ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ 12 സമയങ്ങളിലുള്ള പേരുകളാണ്. ഒരു ദിവസം 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം. ദുരിതങ്ങൾ അകന്നും ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാകുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ പൂജകളും ദർശനങ്ങളും. ഇനിയും ഗുരുവായൂരപ്പൻ്റെ ആ 12 ഭാവങ്ങൾ, ആ നാമങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നിർമാല്യ ദർശന സമയത്ത് വിശ്വരൂപ ദർശനമാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം തൈലാഭിഷേക സമയത്ത് വാതരോഗാഗ്നൻ എന്ന ഭാവത്തിലും, വാഗചാർത്ത് സമയത്ത് ഗോകുലനാഥനായിട്ടും, ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനായിട്ടും, ബാലാലങ്കാര സമയത്ത് ഗോപികാനാഥനായിട്ടാണ് കാണപ്പെടുന്നത്. പാൽ മുതലായ അഭിഷേക സമയത്ത് യശോദാ ബാലനായി, യശോദാമ്മയുടെ ബാലനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നവാഗ അഭിഷേക സമയത്ത് വനമാല കൃഷ്ണനായിട്ടും, ഉച്ചപൂജ സമയം ആവുന്ന സമയത്ത് സർവ അലങ്കാര ഭൂഷണനായിട്ടും കാണാൻ സാധിക്കും. സായങ്കാലത്ത് സർവമംഗളദായകനായിട്ട്, എല്ലാ മംഗളങ്ങളും നൽകുന്ന സർവമംഗളദായകനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദീപാരാധന സമയത്ത് മോഹനസുന്ദരൻ, മോഹനമായ രൂപത്തോടു കൂടിയ മോഹനസുന്ദര ഭാവത്തിലാണ് ദീപാരാധന സമയത്ത് ആ ദീപപ്രഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്താഴപൂജ സമയത്ത് കാണാൻ സാധിക്കുന്നത് വൃന്ദാവന ചരനായിട്ടാണ്. അതിനുശേഷം തൃപ്പുക സമയത്ത് ശേഷശയനൻ ഭാവത്തിലാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ 12 ഭാവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇവിടെ പങ്കുവച്ചത്. ഇങ്ങനെ ദിവസേന 12 സമയത്ത് 12 വിധത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപങ്ങൾ. ജനങ്ങൾ ദർശനത്തിന് വരുമ്പോൾ ഏത് സമയത്ത് ഏത് രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് അറിയുവാൻ എല്ലാ സമയങ്ങളിലും ഇരുന്ന ഗുരുവായൂരപ്പൻ്റെ 12 വിവിധ രൂപത്തെ നോക്കുന്നവർക്കും ഭക്തി, ജ്ഞാന, വൈരാഗ്യ ഭക്തൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും ദാനമായി കൊടുക്കുവാൻ തീർച്ചപ്പെടുത്തി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചു തൊഴുക. 3 നേരത്തെ ശിവേലി എഴുന്നള്ളത്തിന് അനുഗമിക്കുകയാണെങ്കിൽ സർവ്വപാപനാശനവും, ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നത് പൂർവജന്മത്തിലെ പാപങ്ങൾ മാറുമെന്നും പറയപ്പെടുന്നു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ 2 മന്ത്രങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശന സമയത്തും അഥവാ അല്ലെങ്കിൽ വീട്ടിലിരുന്നുള്ള നിത്യേനയുള്ള ജീവിതത്തിലും ഈ മന്ത്രങ്ങൾ 108 തവണ ചൊല്ലുന്നത് ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നാമം കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, സീ യു.